ദില്ലിയിൽ അസാധാരണ നീക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദില്ലി AKG ഭവനിൽ പോലീസ് എത്തിയിരിക്കുകയാണ്. TJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസാണോ അതോ മുൻപത്തെ കേസാണോ എന്നറിയില്ല. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ AKG ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസിന്റെ വേട്ടയാടലാണോ നടക്കുന്നത്, പ്രതികാര നടപടിയാണോ ഐഷി ഘോഷിനെതിരെ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഏതായാലും വനിതാ പോലീസ് ഉൾപ്പെടെ വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. നേതാക്കൾ സംസാരിക്കുന്നത് നമുക്ക് കാണാം. അഭിനന്ദ് ചേരുകയാണ്. അഭിനന്ദ്, എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? ഐഷി ഘോഷ് അവിടെ ഉണ്ടോ? ക്രമസമാധാന നില തകർത്തു എന്നതൊക്കെയാണ് പറയുന്നത്. മുൻപത്തെ കേസാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. ഒരു വ്യക്തത വരുത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതായാലും നേതാക്കൾ ഉൾപ്പെടെ സംസാരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. സമരമുഖത്തുണ്ടായിരുന്ന ആദർ സജി ഉൾപ്പെടെയുള്ളവരും അവിടെ ഉണ്ടാകുന്ന മനസ്സിലാക്കുക. ആദിൽ പാലോട് ചേരുന്ന ആദിൽ, എന്താണ് പോലീസിന്റെ നീക്കം? ഞാനിവിടെ നിൽക്കുകയാണ്. AKG ഭവന് മുന്നിലാണുള്ളത്. അകത്ത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോഴിതാ ജോൺ ബ്രിട്ടാസ് ഇവിടേക്ക് കടന്നു വരികയാണ്. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള MPമാർ വരുന്നു. ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന്റെ നീക്കമുണ്ടെന്ന് കേൾക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്? ഒരു ആവശ്യവുമില്ലാതെയാണ് ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ദില്ലി പോലീസ് കടന്നു വന്നിരിക്കുന്നത്. ഈ ഐഷി ഘോഷിനെതിരെ 4-5 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു കേസ് പൊടുതട്ടിയെടുത്ത് അവരെ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പിടിച്ചോണ്ട് പോകാൻ വേണ്ടിയാണ് ഡൽഹി പോലീസ് വന്നത്. പാർട്ടി ഓഫീസിനകത്ത് പോലീസുകാർ നിൽക്കുകയാണ്. അതെ അതെ അതെ. ഇതിനൊക്കെയുള്ള അധികാരവും അവകാശവും ഒക്കെ ആരാണ് ഇവർക്ക് കൊടുത്തത്? അവര് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ്, ഒരു റിസർച്ച് സ്കോളറാണ്, മുൻ യൂണിയൻ പ്രസിഡന്റായിരുന്നു. അവർ ഈ ജന്തർ മന്ദിർ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. ഈ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ആളാണ്, നിരാഹാരം കിടന്ന ആളാണ്. അവർ ആശുപത്രിയിലായിരുന്നു. IV വെച്ചിട്ടാണ് അവരിപ്പോൾ പുറത്തേക്ക് വന്നത്. ആ പെൺകുട്ടിയെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകണമെന്ന് ഇവർക്ക് എന്താ വാശി? ഏതായാലും ഈ ജോൺ ബ്രിട്ടാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം. അകത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട്. വിനീത, പോലീസ് ഉദ്യോഗസ്ഥർ, 2 പോലീസ് ഉദ്യോഗസ്ഥരെ, ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെയും ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥരെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് AKG ഭവന്റെ ഉള്ളിലാണ് ഈ സ്ഥിതി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇത് എന്ത് കേസാണ് എന്നത് സംബന്ധിച്ച് പഴയ കേസാണ്. 2021, 2022 ഉള്ള കേസുകളാണ്. ആ കേസിന്റെ ഭാഗമായിട്ടാണ് ഈ നേരത്തെ ഈ കോടതിയിൽ ഹാജരാനൊക്കെ സമൻസ് കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇത്രയും നാളെടുക്കാത്ത ഒരു നടപടിയിലേക്ക് എന്തുകൊണ്ട് ഇപ്പോൾ വന്നു എന്ന ചോദ്യമാണ് പ്രധാനമായി വരുന്നത്. ഇത് എപ്പോഴത്തെ കേസാണെന്നാണ് ആദർശ് പറയുന്നത്? ഇത് 2021 നടന്നൊരു കേസാണ്. ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത കേസാണ്. അപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്ത കേസ് ഇപ്പം നിലവിൽ അത് കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. 30-ാം തീയതി കോടതി ഹിയറിംഗ് വെച്ചിരിക്കുകയാണ്. നമ്മൾ വക്കീൽ മുഖേന അവിടെ കോർട്ടിൽ അതുമായി ബന്ധപ്പെട്ടതുമാണ്. അപ്പോൾ ബോധപൂർവ്വം CJP സമരത്തിന് ഈ വിദ്യാർത്ഥി നീറ്റ് പരീക്ഷ ബന്ധപ്പെട്ടുള്ള സമരത്തിന് നേതൃത്വം നൽകി. അതിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ പോലീസിനെ ഉപയോഗിച്ച് സംഘപരിവാറിന്റെ പോലീസ്, ഡൽഹിയിലെ പോലീസ് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥി നേതാക്കളെ വേട്ടയാടുകയാണ്. ഈ വേട്ടയാടൽ അവരുടെ കയ്യിൽ വെച്ചാൽ മതി എന്ന നിലയിലാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഇത്രയും കാലം ജന്തർ മന്ദറിലുണ്ടായിരുന്നു, അപ്പോഴൊന്നും നടപടി ഇല്ല. ഇത് ബോധപൂർവ്വം ആ കുട്ടിയെ ട്രേസ് ചെയ്ത് AKG ഭവനിലേക്ക് വരുമ്പോഴത്തേക്ക് പോലീസ് ഇവിടെ ഇരച്ചെത്തുകയാണ്. 3 പേരിവിടെ വന്നു. അറസ്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന നിലയിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഐഷി ഘോഷ് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പിന്നാലെ പോലീസ് വരും. അതെ. ആ കുട്ടിയെ ഫോളോ ചെയ്ത് ഇവിടെ വരിക, ട്രാക്ക് ചെയ്ത് ഇവിടെ വരുവാണ്. അറസ്റ്റ് ചെയ്തേ പോകും എന്ന നിലപാടാണ് ഇപ്പോൾ അവരെടുത്തിരിക്കുന്നത്. അതായത് സമരത്തിൽ പങ്കെടുത്ത് ഇന്ത്യയിൽ ഓഫീസിനകത്ത് കയറി. അതെ. ഇത് ഏത് നിലയിലാണോ ഒരു സംഘപരിവാറിന്റെ തിട്ടൂരത്തിനനുസരിച്ച് ഡൽഹി പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുന്നിൽ മുട്ടുകടക്കാൻ, ഞങ്ങളുടെ മുന്നിൽ മുട്ടുകടത്തിയല്ലോ ശക്തമായി. ഞങ്ങൾ ഒരു നിലയിൽ പിന്മാറാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഇത് AKG ഭവന്റെ ഉള്ളിലെ റിസപ്ഷൻ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മഫ്തിയിലെത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുണ്ട്. മറ്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്.